ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഒരു കുടുംബത്തിൽ അവർ യേശുവിനെ ആരാധിച്ചപ്പോൾ, പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന വചനം കേട്ട് യേശുവിനെ ആരാധിച്ചപ്പോൾ എങ്ങനെയാണ് യേശു ഇടപെട്ടത് എന്ന് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കാം. ഈ കഴിഞ്ഞ ഡിസംബർ മാസം ശരീരത്തിനുണ്ടായ ക്ഷീണം തളർച്ചയും മൂലം ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ നിന്ന് തുടർന്ന് രക്തപരിശോധനയിൽ ഡയബറ്റിക് ഹൈ ലെവലിലാണെന്ന് അറിയുകയും ചെയ്തു. പിന്നീട് അതേ തുടർന്ന് കണ്ണിന്റെ കാഴ്ച മങ്ങുകയും ചെയ്തു. അതുകൊണ്ട് അഭിഷേക പ്രവർത്തനത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയില്ലേ? കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു. അന്നേരം കണ്ണിന് കാഴ്ച തിരിച്ചു വിടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് തീരുമാനം എടുക്കുകയും ചെയ്തു. ശരിക്കും കണ്ണിന്റെ കാഴ്ച നല്ല കാര്യമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആളെ കാണാൻ പറ്റും, അച്ഛന്റെ അഭിഷേക പ്രോഗ്രാം കാണാൻ പറ്റുകയില്ലായിരുന്നു. ഒരാളൊന്നും കാണില്ലായിരുന്നു, അതേപോലെ കാഴ്ച പോയി. അഭിഷേകത്തിന്റെ പ്രോഗ്രാം കണ്ട ഒരു സ്വരം മാത്രമേ കേളൂ, ആളെ കാണാനില്ല. അച്ഛന്റെ മോൻ കാണുന്ന ഒത്തിരി ആഗ്രഹിക്കുന്ന അഭിഷേക പ്രോഗ്രാമില്. അപ്പൊ അന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഒന്ന് ആളെ തിരിച്ചറിയാനുള്ള ക്രമീകരണം തരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് അഭിഷേകം എങ്ങനെ സൗഖ്യം കിട്ടുന്നത് എങ്ങനെയാ അത് പറഞ്ഞു. 2012 ജനുവരി 15 അഭിഷേക പ്രോഗ്രാമില്ല. 2010 ഈ വർഷം തന്നെ ജനുവരി മാസത്തിലെ 2ാമത്തെ 3ാമത്തെ ഞായറാഴ്ച 15 ആ അഭിഷേക പ്രോഗ്രാമിൽ ഈ വിഷയം പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു രോഗമുള്ളിടത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ സ്തുതിക്കാൻ പറഞ്ഞു. അന്നേരം കുടുംബാംഗങ്ങൾ എല്ലാവരും ഇരുന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നു. സ്തുതിച്ചോണ്ട സമയത്ത് കണ്ണിലേക്ക് ഒരു വെട്ടം വരുന്നതായിട്ട് തോന്നി. അത് കഴിഞ്ഞ് എന്റെ കണ്ണിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. കണ്ണിലേക്ക് ഒരു വെട്ടം വരുന്നത് അനുഭവപ്പെട്ടു. അപ്പൊ തൊട്ട് കാഴ്ച തിരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാവൂളിന്റെ ജീവിതത്തിൽ എന്നപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവ് നേരിട്ട് ഇടപെടുന്ന സംഭവമായിരുന്നു. പിന്നെ 5 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചു ഭവനം ഞങ്ങളെ അനുഗ്രഹിച്ചു. പുതിയ വീടും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് സന്തോഷമില്ലാതെ നിങ്ങൾക്ക് വീട് കിട്ടിയാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഒരു പ്രത്യാശയിൽ, ഒരു ദൈവികമായ പ്രത്യാശയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കുടുംബങ്ങളിലേക്ക് ഇടപെടുകയാണ്. 2 കാര്യങ്ങൾ ഇടത്തോട്ട് വലത്തോട്ട് നന്നായിട്ടൊന്ന് അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ വചന ശുശ്രൂഷകളിലായിരിക്കുമ്പോൾ ഈ കുടുംബത്തിൽ ഇടപെട്ടതുപോലെ തന്നെ നമ്മുടെ ദൈവമായ കർത്താവ് ഈ മണിക്കൂറിൽ ഇടപെടുക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. വചനം പഠിപ്പിക്കുകയാണ്. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ഇപ്പോൾ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഓ ദൈവമേ, സർവശക്തനേ, മഹത്വത്തിന്റെ രാജാവേ, ആരാധന, 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 ആരാധന കർത്താവേ, ആരാധന, ആരാധന, യേശുവേ, യേശുവേ, ആരാധന, ആരാധന, രാജാവേ, ആരാധന, ആരാധന. കരങ്ങളടിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന, എന്റെ രാജാവിന് ആരാധന. പ്രദോഷത്തിലും പിതാവിന് ആരാധന, 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 പിതാവേ, ആരാധന, ആരാധന, പിതാവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ ഉയർത്തി അടിച്ച് പിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹതാതനെ അങ്ങേ ആരാധിക്കുന്നു, ദൈവപിതാവേ അങ്ങേ ആരാധിക്കുന്നു, സ്നേഹതാതനെ അങ്ങേ ആരാധിക്കുന്നു, സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു, സർവപാലക അങ്ങേ ആരാധിക്കുന്നു, സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ താഴ്ത്തിയടിച്ച് ആരാധന, ആരാധന, വലിയ ജീവനോടെ ആരാധന, ആരാധന, പാടി പാടി ആരാധന, ആരാധന, ഗ്ലോറി, ഗ്ലോറി, ആരാധന, ആരാധന. ഓ യേശുവേ,
ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ, പിതാവിന്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ആരോഹണം ചെയ്ത് അവരോധിക്കപ്പെട്ടവനെ, ആരാധന 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 സ്തുതി ആരാധന ആരാധന നന്നായി കൈയടിച്ച് ആരാധന ആരാധന Glory, glory. സ്തുതി ആരാധന ആരാധന പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിന് ആരാധന, രക്ഷിതാവിന് ആരാധന, പ്രഭാതത്തിലും പ്രദോഷത്തിലും യേശുവിന് ആരാധന, കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധന ആരാധന ശക്തി ആരാധന 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 യേശുവേ, ആരാധന ആരാധന യേശുവേ, യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവനാഥനെ അങ്ങേ കരങ്ങൾ ആരാധിക്കുന്നു, ഉയർത്തിയടിച്ച് യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു, ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു, Glory, glory. സത്യസ്വരൂപനെ ആരാധിക്കുന്നു, കർത്താധികർത്തനെ ആരാധിക്കുന്നു, സത്യസ്വരൂപനെ ആരാധിക്കുന്നു, ഓ ജീവന്റെ നാഥനെ, കർത്തനെ ആരാധിക്കുന്നു, ഓ ഉയർപ്പ് നൽകുന്നവനെ, ആരാധന വിടുതൽ നൽകുന്നവനെ, ആരാധന സൗഖ്യം നൽകുന്നവനെ, രക്ഷ നൽകുന്നവനെ, ആരാധന 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 ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ആരാധന 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 ഉറക്ക സ്തുതിക്കുന്നു, മടുപ്പ് കൂടാതെ സ്തുതിക്കുന്നു, കുട്ടികൾ മുതിർന്നവർ സ്തുതിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, കൃപ നിറയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, രോഗക്കെട്ടുകൾ അഴിയട്ടെ, എല്ലാ ബാധകളും ഭൂതങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന 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 ആരാധന. കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ കർത്താവേ, ക്ഷീണിതർ ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. ഓ യേശുവേ, തളർന്നവർ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ആരാധന 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 ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് തിരിച്ചറിവിന്റെ ശക്തി. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരിച്ചറിവിന്റെ ശക്തി. അനേകരുടെ ജീവിതങ്ങളിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്താലും അവരിപ്പോഴും കൂനിക്കൂടിയിരിക്കുകയാണ്. അവർക്ക് ഇപ്പോഴും ഒരു ഉത്സാഹമില്ല, അവർക്ക് ഇപ്പോഴും ഒരു പാപ വിടുതലുള്ള ജീവിതമില്ല, അവർക്ക് ഇപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു ജീവിതമില്ല, അവർക്ക് ഇപ്പോഴും ഒരു ഉയർപ്പിന്റെ ജീവിതമില്ല. പിന്നെയോ അടിമത്തത്തിന്റെ ജീവിതം, കൂനിക്കൂടി ചടഞ്ഞുകൂടിയുള്ള ജീവിതം. അവർ പറയാണ്, അയ്യോ ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ്, അയ്യോ ഞങ്ങൾ പാപികളാണ്. ഇങ്ങനെ കരച്ചിലിൻ്റെ ജീവിതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇതിൻ്റെ കാരണം? നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവ് വഴി നമുക്ക് നൽകിയ വലിയ രക്ഷയെക്കുറിച്ച് തിരിച്ചറിവില്ല. അനേകം വ്യക്തികൾ നല്ല ധ്യാനം കഴിഞ്ഞ്, വചനം കൊണ്ട് നിറഞ്ഞ്, പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി, നല്ല കുമ്പസാരം കഴിഞ്ഞ്, വിശുദ്ധി കൊണ്ട് വരപ്രസാദം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ, അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറി അങ്ങനെ പോകുന്ന സമയത്ത് അവര് അച്ഛനോട് വന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച്, മിക്കവാറും ആളുകൾ പറയുകയാണ്, അച്ഛാ ഇനി ഇതുപോലെ ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതുപോലെ ഒന്ന് നിന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ആദ്യകാലങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞു, ശരി 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 പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം, അങ്ങനെ അവരെ ശക്തിപ്പെടുത്തി വിട്ടിരുന്നു. പിന്നീട് ഞാൻ ചിന്തിച്ച്, ഇങ്ങനെ ഇവര് പറയുമ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ആകുലതയുണ്ട്, ഇവരുടെ മനസ്സിൽ അതിൻ്റെ പുറകിൽ ഒരു ടെൻഷൻ കിടക്കുന്നുണ്ട്. എന്താണ് ആ ടെൻഷൻ? ആ ടെൻഷൻ ഇതാണ്, ഞങ്ങൾ അധികം താമസിയാതെ വീണു പോകുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മദ്യപാനം നിർത്തി
പുകവലി നിർത്തി കൃപ കൊണ്ട് നിറഞ്ഞ് പൂർണ്ണ കുമ്പസാരം നടത്തി വരപ്രസാദ പൂർണ്ണതയിൽ ദൈവ പൈതല് വചനം കേട്ട് വചനം കൊണ്ട് നിറഞ്ഞ് ധ്യാനകേന്ദ്രത്തിൽ വിട്ടുപോകുമ്പോൾ പിശാച് ഒരു ടെൻഷൻ കൊടുക്കുകയാണ്. ഇത് അധികം താമസിയാതെ വീണു പോകും, ഇത് അധികകാലം നിലനിൽക്കുകയില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിലേക്ക് വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷ സ്വീകരിച്ച് കഴിയുമ്പോൾ സാത്താൻ അങ്ങനെയുള്ള ദൈവമക്കളിൽ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. അങ്ങനെയുള്ള ദൈവമക്കളുടെ അടുത്തേക്ക് സാത്താൻ വന്നിട്ട് പറയുകയാണ്, ഇപ്പം കണ്ടമാൻ അങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട, ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. കൂടി വന്നാൽ 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക്. നോക്കിയേൻ, അപ്പുറത്തെ അറിയാമ ധ്യാനം കൂടി എത്ര കാലം നിന്ന് കൂടി വന്ന 6 മാസം വീണ്ടും എന്തായി? ഫ്ലാറ്റായി. അപ്പുറത്തെ ചാക്കോച്ചേട്ടൻ ധ്യാനം കൂടി എത്ര കാലം നിലനിന്ന്? കാര്യം ശരിയാ, മദ്യപാനം നിർത്തി സാക്ഷ്യം പറഞ്ഞൊക്കെ നടന്ന ആളാണ്. എത്ര കാലം നിലനിന്ന്? 1 വർഷം പോലും ആയില്ല, അതിനുമുമ്പ് വീണ് കിടക്കണം. അതുകൊണ്ട് കണ്ടമാനം സന്തോഷിക്കൊന്നും വേണ്ട, ഇതൊന്നും അധികാരം നിലനിൽക്കാൻ പോണില്ല. കൂടി വന്ന 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക്, അതും അല്ലെങ്കിൽ 2 വർഷത്തേക്ക്, അതിൽ കൂടുതലൊന്നും നിലനിൽക്കാൻ പോണില്ല. സാത്താൻ കളവചനം അവരുടെ ഹൃദയത്തിലേക്ക് വിതച്ചിടുകയാണ്. അപ്പോൾ ഈ ദൈവ പൈതല് കാര്യം ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി യേശുവിനെ ആരാധിച്ച് യേശുവിനെ രക്ഷിതാവ് കർത്താവ് സ്വീകരിച്ച് പൂർണ്ണമായ വരപ്രസാദ അവസ്ഥയിലാണെങ്കിലും ദൈവ പൈതലിന്റെ ഉള്ളിൽ ആ സാത്താന്റെ ആ കളവചനം, ആ നുണവചനം പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ടെൻഷൻ കയറുകയാണ്. ദൈവമേ, വീണു പോകുമായിരിക്കും, ദൈവമേ നിലനിൽക്കുവോ, ഇങ്ങനെ നിലനിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീരുത്വം ചിന്തിക്കരുത്. അസ്ഥിരമായ അല്ലെങ്കിൽ ബലക്ഷയത്തിന്റെ വചനങ്ങൾ നിങ്ങൾ ചിന്തിക്കരുത്. സാത്താന്റെ കളവചനങ്ങളെ സ്വീകരിക്കരുത്. ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് നമ്മുടെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത്? അതാണ് യെശയ്യാ പ്രവചനത്തിൽ 60-ാം അധ്യായം 20-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ ഇനി മറയുകയില്ല, കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും. യെശയ്യായുടെ പുസ്തകം 60-ാം അധ്യായത്തിൽ 20-ാം തിരുലിഖിതത്തിലാണ് ദൈവമായ കർത്താവ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. ദൈവ പൈതലെ, നിന്റെ ദൈവം നിന്നോട് പറഞ്ഞ വചനമാണോ നീ വിശ്വസിക്കുന്നത്? അതോ നിന്റെ പരാജയം ആഗ്രഹിക്കുന്ന സാത്താൻ വിതയ്ക്കുന്ന കളവചനമാണോ, നുണവചനമാണോ നിന്റെ ഹൃദയത്തിൽ നീ സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിന്റെ ഭാവി ജീവിതം. നിന്റെ പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് നിന്റെ പാപങ്ങൾ അവന്റെ ശരീരത്തിലേക്ക് എടുത്തു വെച്ച് ആ ശരീരത്തിൽ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള പാപപരിഹാരം ചുമത്തി കുരിശിൽ മരിക്കാൻ വിട്ടുകൊടുത്ത് യേശുവിനെ പാപപരിഹാര ബലിയാക്കിയിട്ട് നിന്റെ പാപങ്ങൾക്ക് സൗജന്യ പാപക്ഷമ തന്ന് നിന്നെ അവൻ വീണ്ടും ഉയർപ്പിച്ച് നീ ഒരു നല്ല കുമ്പസാരം വഴി, നീ വചന ശ്രവണം വഴി, നീ ഒരു വിടുതൽ മാനസാന്തരം വഴി, നീ കർത്താവിലേക്ക് പിന്തിരിഞ്ഞത് വഴി നിന്റെ കഴിഞ്ഞകാല പാപമെല്ലാം ഉപേക്ഷിച്ച് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതോടുകൂടെ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ യുഗം പിറന്നിരിക്കുകയാണ്. നിന്നെ ദൈവം ഒരു പുതിയ യുഗത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നീ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. 2 കൊരിന്തോസ് 5:17 നാം വായിക്കുകയാണ്, യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതിനെ ഭയപ്പെടരുത്. ഒരുപക്ഷെ പഴയ കാലത്ത് മദ്യപാനി ആയിരിക്കാം, ഒരുപക്ഷെ പഴയ കാലത്ത് ഒരു വ്യഭിചാരി ആയിരിക്കാം, ഒരുപക്ഷെ പഴയ കാലത്ത് ഒരു ഭീരുവോ ഒരു വിഗ്രഹാരാധിയോ ഒരു താന്തോന്നിയോ ഒരു തോന്നിവാസിയോ ഒരു മറക്കടമുഷ്ടിയോ ഒരു കൊലപാതകയോ എന്തുമാകട്ടെ, നിന്റെ പഴയകാല ചരിത്രം നിന്നെ ഭാരപ്പെടുത്തരുത്. നിന്റെ പഴയകാല ചരിത്രത്തെ ഓർത്ത് ഞാൻ എന്നാ വീണു പോണത് എന്ന് നീ ചിന്തിക്കരുത്. നീ ഒരിക്കൽ യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ നിന്റെ മുഴുവൻ പാപങ്ങൾ അനുദപിച്ച് നല്ലൊരു പാപസങ്കീർത്തനം, നല്ലൊരു കുമ്പസാരം, നല്ലൊരു ഏറ്റുപറച്ചിൽ നീ ചെയ്തു കഴിഞ്ഞ് നീ യേശുവിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ മുതൽ നിന്റെ ഹൃദയത്തിൽ യേശുവാണ് ഇരിക്കുന്നത്. നീ യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാണ്. ഇനി ഞാൻ വീഴുമോ ടെൻഷൻ പിടിച്ച് കളവചനങ്ങൾ ചിന്തിച്ച് നടക്കരുത് എന്ന് കർത്താവ് ഇതാ തിരുലിഖിതങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരു വലിയ വേദപണ്ഡിതൻ ഇതിനെക്കുറിച്ച് ഒരു വചനം പറഞ്ഞത് ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ അറബി ഉണ്ടായിരുന്നു. ആ അറബി വലിയ വ്യാപാര പ്രമുഖനാണ്. മരുഭൂമിയിലൂടെ വ്യാപാരം നടത്തുന്ന മരുഭൂമിയിലെ വലിയ ധനാഢ്യനായ ഒരു ഒരു വലിയ ഒരു വ്യാപാരിയായ അറബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഒട്ടകങ്ങൾ വലിയൊരു വ്യൂഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പഴയ കാലമാണ്. ഈ ഒട്ടകങ്ങളുടെ പുറത്താണ് ഈ അറബി രത്നങ്ങൾ, വൈഡൂര്യം, ഇന്ദ്രനീലം ഇങ്ങനെയുള്ള വലിയ വലിയ കല്ലുകൾ, വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. തലസ്ഥാനങ്ങളിൽ
തലസ്ഥാനങ്ങളിലേക്കായിരുന്നു അറബിയുടെ യാത്ര. കെയ്റോയിലേക്ക് പോകും, ഡമാസ്കസിലേക്ക് പോകും, ജെറുസലേമിലേക്ക് പോകും, അന്ത്യോക്യയിലേക്ക് പോകും. ഇങ്ങനെ വലിയ വലിയ പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചുള്ള വ്യാപാരം ചെയ്തിരുന്ന വലിയൊരു വ്യാപാരിയായിരുന്നു ഈ അറബി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം അങ്ങനെ മരുഭൂമിയിലൂടെ ഈ ഒട്ടക വ്യൂഹങ്ങളുമായിട്ട് കടന്നു പോകും. ധാരാളം വേലക്കാരുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ വേലക്കാരുമായിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് ചിലപ്പോൾ രാത്രി അന്തി ഉറങ്ങുന്നത് വഴിയോരങ്ങളിലോ സത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രത്യേക ക്രമീകരണമുള്ള സ്ഥലങ്ങളിലായിരിക്കും. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ ഒട്ടകങ്ങളുടെ ചുമതല വേലക്കാർ നോക്കും. വെളുപ്പിനെ വേലക്കാർക്ക് നിർദ്ദേശം കൊടുക്കും. അതനുസരിച്ച് ഒട്ടകങ്ങളെ കഴിപ്പിച്ച് വെളുപ്പിന് നേരത്തെ യാത്ര പുറപ്പെടും. വെയിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് കുറേ ദൂരം മുന്നോട്ട് പോകണം. ഒരു ദിവസം ഇതാ ഈ അറബി നിർദ്ദേശം കൊടുത്തു. അങ്ങനെ വേലക്കാർ വന്ന് ഒട്ടകങ്ങളിൽ അടിച്ച് അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. ഇതാ അന്ന് ഒരു പ്രത്യേക ദൃശ്യം. വേലക്കാരെ വന്ന് നോക്കുമ്പോൾ, ഒരു വ്യൂഹം ഒട്ടകത്തിന്റെ ചുമതലയുള്ള വേലക്കാരെ വന്ന് നോക്കുമ്പോൾ ഒരൊട്ടകത്തിന്റെ കെട്ട് രാത്രിക്ക് തന്നെ അഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒട്ടകത്തെ കഴിച്ചു, അതെല്ലാം എഴുന്നേറ്റ് അഴിക്കുന്ന ഒട്ടകങ്ങൾ കെട്ടഴിക്കുന്ന ഒട്ടകങ്ങൾ കെട്ടഴിഞ്ഞ് ഉടനെ തന്നെ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കെട്ടഴിഞ്ഞ് കിടക്കുന്ന ഒട്ടകത്തിന്റെ അടുത്ത് വന്നപ്പോൾ പരിചാരകൻ അതിനോട് എഴുന്നേറ്റ് യാത്ര പുറപ്പെടാൻ നിർദ്ദേശം കൊടുത്തു. എന്നാൽ ആ ഒട്ടകം അനുസരിക്കുന്നില്ല. അതങ്ങനെ കെട്ടിയിടപ്പെട്ട ഒട്ടകത്തെ പോലെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അതിന് ചെവിക്ക് പിടിച്ച് തിരിച്ച് എഴുന്നേക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് അതിനെ മർദ്ദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഒട്ടകം എഴുന്നേക്കുന്നില്ല. അതങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒട്ടകം എങ്ങനെ കിടക്കണം അതേമാതിരി കിടക്കുകയാണ്. ആ വേലക്കാരന് വലിയ ആകുലതയായി. അദ്ദേഹം അറബി എടുത്തിട്ടുണ്ട്, യജമാനനെ നമ്മുടെ ഒരു ഒട്ടകത്തിന് എന്തോ പറ്റിയിട്ടുണ്ട്, അത് എഴുന്നേൽക്കുന്നില്ല, അതങ്ങനെ കിടപ്പാണ്. യജമാനൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. യജമാനൻ പറഞ്ഞു, ആ ഒട്ടകം ബോധമില്ലാത്ത ഒട്ടകമാണ്, അതിന്റെ കെട്ട് അഴിഞ്ഞാണ് കിടക്കുന്നത് എന്നൊരു തിരിച്ചറിവില്ലാത്തൊരു ഒട്ടകമാണത്. അതുകൊണ്ട് നീ ചെന്ന് കെട്ട് അഴിക്കുന്ന പോലെ കാണിക്കുക, അപ്പൊ അത് പൊയ്ക്കോളും. അങ്ങനെ വേലക്കാരൻ വന്ന് അതിന്റെ കെട്ട് അഴിക്കുന്നത് പോലെ ഇങ്ങനെ കാണിച്ച് ഉടനെ ഒട്ടകത്തിന് മനസ്സിലായി എന്റെ കെട്ടഴി. ഉടനെ അത് ചാടി എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ മാതിരിയാണ് അനേകം വ്യക്തികള് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിലേക്ക് വന്നു, വചനം കേട്ടു, നല്ല കുമ്പസാരം കഴിഞ്ഞു, ധ്യാനം കൂടി, ഇതെല്ലാം കഴിഞ്ഞാലും പിന്നെയും കെട്ടിയിടപ്പെട്ട ആ ഒട്ടകം കിടക്കണ മാതിരി പഴയ കാല പാപങ്ങളുടെ അടിമ എന്നതുപോലെ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, പഴയതുപോലെ ജീവിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ മാത്രമാണ് അതിന് ശക്തി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഭൂമിക്ക് ഭൂഗുരുത്വാകർഷണം ഉണ്ടെന്ന് ഐസക് ന്യൂട്ടൻ വഴി കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതുവഴിയുള്ള നന്മകളും അതുവഴിയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഭൂമിയിൽ ഉണ്ടാകാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയിൽ യേശുക്രിസ്തു വസിക്കുന്നുണ്ടെന്നും പാപം ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിലേക്ക് വരുന്ന ഒരു വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാണെന്നും പഴയ പാപങ്ങൾക്ക് ഇനി അദ്ദേഹം അടിമയല്ലെന്നും ഒരു തിരിച്ചറിവിലേക്ക് ഞാനും നിങ്ങളും വരണം. മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അവന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുന്ന പശുക്കിടാങ്ങളെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ആത്മീയ ജീവിതത്തിലേക്ക് വരുന്നവര് ഇതുപോലെ വിടുതലിന്റെ അവസ്ഥയിലേക്കാണ് കർത്താവിനാൽ മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് സംഭവിച്ച കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ഒരു അടിമയെ പോലെ ചിന്തിക്കും, ഒരു അടിമയെ പോലെ നടക്കും, ഒരു അടിമയെ പോലെ പേടിക്കും, ഒരു അടിമയെ പോലെ കൂനിക്കൂടും. അങ്ങനെയല്ല ഞാനും നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്ന് ഞാൻ യേശുവിൽ ദൈവ പൈതലാണ്. ഇന്ന് ഞാൻ യേശുവിൽ ദൈവത്തിന്റെ പുത്രനാണ്. എന്റെ യേശു ക്രിസ്തുവിൽ എനിക്കൊരു പുതിയ ജീവിതമുണ്ട്. എന്റെ യേശു ക്രിസ്തുവിൽ എനിക്ക് വിശുദ്ധ ജീവിതമുണ്ട്. എന്റെ യേശു ക്രിസ്തുവിൽ ഞാൻ പിതാവിന്റെ പക്കലേക്ക് ഞാൻ പോകും. സ്വർഗത്തിൽ എനിക്ക് അവകാശമുണ്ട്. പരിശുദ്ധാത്മാവിന് എനിക്ക് അവകാശമുണ്ട്. സ്വർഗത്തിന്റെ എല്ലാ നന്മകൾക്കും എനിക്ക് യോഗ്യതയുണ്ട്. എന്റെ കർത്താവിൽ ഞാനൊരു വിശുദ്ധനാണ്. ഞാനും നിങ്ങൾ തിരിച്ചറിയണം. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5:17 യേശു ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. അവന് നന്മ ചെയ്യാൻ, സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ, വിശുദ്ധി ജീവിക്കാൻ കഴിയും. അതാണ് ജെറമിയ 13:23 വചനം പഠിപ്പിക്കുന്നു. എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളി ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കുക, നടക്കുവോ? ഒരു കാക്ക വിചാരിക്കണം എന്റെ കളർ ഒന്ന് മാറ്റി ഒന്ന് വെളുപ്പിക്കണം, അത് പോയി കുളിക്കല് നടക്കുവോ? എത്യോപ്യക്കാരന് തന്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തന്റെ പുള്ളിയോ മാറ്റാൻ കഴിയുമോ? ബൈബിൾ ചോദിക്കുകയാണ്.
എന്നിട്ട് ബൈബിൾ മറ്റൊരു കാര്യം പ്രഖ്യാപിക്കുകയാണ്, എങ്കിലും തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് ഇന്നു മുതൽ നന്മ ചെയ്യാൻ കഴിയും. ഇന്നു മുതൽ ഒരു വിശുദ്ധനായി ജീവിക്കാൻ കഴിയും. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. യേശുവിൽ നമുക്കൊരു പുതിയ ജീവിതമുണ്ട്. പരിശുദ്ധാത്മാവിൽ നമുക്കൊരു പുതിയ ജീവിതമുണ്ട്. ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. ഈ പിതാവിന് നമുക്ക് നന്ദി പറയാം. യേശുവിനെ അയച്ച് ഒരു കാലഘട്ടത്തോട് ഇവിടെ പറഞ്ഞ് ഒരു വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉയർത്തിയ കർത്താവിന് നന്ദി പറയാം. ഇരു കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കാം. ഒരു പുതിയ യുഗമുണ്ട്, ഒരു പുതിയ ജീവിതമുണ്ട്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഉറക്കെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, കവിഞ്ഞൊഴുകണമേ. ഇരു കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. വഴിത്താരയിൽ മിന്നും നിറദീപമായി മനതാരിലെന്നും സ്നേഹനാളമായി അണയുന്നിതാ അണയുന്നിതാ ആത്മീയ സായുജ്യമായി ആത്മീയ സായുജ്യമായി ദിവ്യകാരുണ്യമേ സ്നേഹമേ സ്വർഗീയമാം വരദാനമേ നിന്നെ സ്തുതിക്കുന്നു നിന്നെ നമിക്കുന്നു നിത്യവും ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച ഈശോയെ ഇപ്പോൾ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുക. ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്നിരുന്ന ഈശോ ഇതാ രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ പിടഞ്ഞ് മരിക്കുന്ന ഈശോയിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. അറിയുന്നു ഞാനിന്ന് അങ്ങയുടെ സ്നേഹം, അറിയുന്നു ഞാനിന്ന് അങ്ങയുടെ സ്നേഹം. അറിഞ്ഞവൻ മുറിഞ്ഞവൻ പിടഞ്ഞവൻ നീ, എനിക്കായി അറിഞ്ഞവൻ മുറിഞ്ഞവൻ പിടഞ്ഞവൻ നീ.
യേശുവേ ഉറക്കെ വിളിക്കുന്നു. എനിക്കായി മുറിഞ്ഞ നാഥ, യേശുനാഥ എനിക്കായി തകർന്ന നാഥ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ 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 അത്ഭുതങ്ങൾ സംഭവിക്കുന്നു.